ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ എണീറ്റപ്പോഴത്തന്നെ കേട്ടോ ഇന്ന് കണ്ണിന് എന്താണെന്നറിയില്ല, ചെറിയൊരു വേദനയും കണ്ണൊക്കെ ഒന്ന് ചെറുതായിട്ടുണ്ട് കേട്ടോ. നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിന്ന് എന്തായാലും ഇന്ന് രാവിലെ മോർണിങ്ങിനുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ നേരം വെളുത്തൊരു 7 മണി 6:45 ആയിട്ടുള്ളൂ കേട്ടോ. സൂര്യനെ കുതിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം അന്ന് കുറച്ച് വൈകി എണീക്കാനൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മളിതാ ചായയും കടിയൊക്കെ ആക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അങ്ങനെ ഇതാ മുഖമൊക്കെ കഴുകി പല്ലിയൊക്കെ തേച്ച് അങ്ങനെ റെഡി ആയിട്ട് വന്നതാ. ഇന്ന് ചപ്പാത്തിയാണ് കേട്ടോ ഇന്ന് രാവിലത്തെ ചായക്ക് കടി എന്ന് പറയുന്നത്. മക്കൾ പറഞ്ഞു അമ്മ വീണേ പിന്നെ അങ്ങനെ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കിയിട്ടേ ഇല്ല എന്നൊക്കെ പറഞ്ഞു. നാളെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കല്ലേ വല്യമ്മ എന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്നോട്. അപ്പോൾ എനിക്ക് വിഷമമായി. അപ്പോൾ എന്നാൽ ശരി നമുക്ക് നാളെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ തലേ ദിവസമേ പ്ലാൻ ചെയ്തു കേട്ടോ. ഞാനും മക്കളും എല്ലാവരും കൂടിയിട്ട് അനിയത്ര മക്കളെയും. അപ്പോൾ അങ്ങനെ ഇന്ന് എന്തായാലും ചപ്പാത്തിയാണ്. ചപ്പാത്തിയും ഇഷ്ടുക്കറിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചപ്പാത്തിയൊക്കെ ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചപ്പാത്തി നമ്മുടെ ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പൊടിയാണ് കേട്ടോ, വേറെ പൊടിയൊന്നുമില്ല. അപ്പോൾ ഞങ്ങളൊക്കെ വരുമ്പോഴേ തന്നെ ഇത് ഉണ്ടാക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അമ്മ തനിച്ചൊന്നാകുമ്പോൾ ഒന്നും ഉണ്ടാക്കുമെന്ന്. ചിലപ്പോൾ അമ്മയ്ക്കിങ്ങനെ ഷുഗറൊക്കെ കൂടിയ ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം അമ്മ അതിന് കുറച്ച് എടുത്തിട്ടൊക്കെ ഇങ്ങനെ നമ്മുടെ ദോശയല്ലേ, ഗോതമ്പ് ദോശ അതുണ്ടാക്കി കഴിക്കും കേട്ടോ. രാത്രിയോ അല്ലെങ്കിൽ രാവിലെയൊക്കെ 1-2 കഴിക്കും. അപ്പോൾ അങ്ങനെ ഒരു നേരം അതൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ അതെടുത്ത് ഉപയോഗിക്കുകയൊന്നുമില്ല. പിന്നെ ഞങ്ങൾ വരണം. അപ്പോൾ ഇപ്പം എന്തായാലും ഇപ്പം ഞങ്ങളെന്തായാലും വിഷുവിന് വന്നതല്ലേ, കുറച്ച് ദിവസം എന്തായാലും ഉണ്ടാവുമല്ലോ എല്ലാവരും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ചെറിയ അനിയത്തി അവരുടെ കുടുംബത്തിലൊരു കല്യാണം ഉണ്ട്. ആ കല്യാണത്തിന് അവിടെ എന്തായാലും പങ്കെടുക്കണമല്ലോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വിരുന്നൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വിഷുവിന് തലേദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 2 ദിവസം നിന്നിട്ട് അവളങ്ങനെ പോയിട്ടോ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ അവളെന്തായാലും കല്യാണമൊക്കെ കഴിഞ്ഞ് വിരുന്നൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ എന്തായാലും നിൽക്കാൻ വരുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ അവളൊക്കെ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഞങ്ങളെന്തായാലും ഇനി കുറച്ച് ദിവസം കൂടി നിന്നിട്ടേ പോവുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ കറി ഉരുളൻകിഴങ്ങും സവോളയും അങ്ങനെ എല്ലാം അടുപ്പത്ത് വെച്ച് അങ്ങനെ കറിയൊക്കെ റെഡിയായി കേട്ടോ. അപ്പോൾ കറിയൊക്കെ റെഡിയായി. ഞങ്ങൾ ചപ്പാത്തിയും ചായയും എല്ലാം റെഡിയായിട്ട് ഞങ്ങളെല്ലാം ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അമ്മ അതാ രാവിലെ കുറച്ചും കൂടി വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചോറൊക്കെ അടുപ്പത്തിട്ട് ചോറൊക്കെ വെന്തു. റേഷനരിയാണ്, അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം അങ്ങനെ റേഷനരി ചോറായതുകൊണ്ട് അതങ്ങനെ ആവും ചെയ്തു. അപ്പം ഇന്ന് ഉച്ചക്കത്തേക്ക് പറയണത് ചക്കക്കുരു മാങ്ങയും കൂടി വെക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ ഞങ്ങൾ. അപ്പോൾ കുറേ ദിവസമായിട്ടോ ചക്കക്കുരു മാങ്ങയും വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും അമ്മ തലേ ദിവസം കുറച്ച് ചക്കയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചക്കയുടെ കുരുവാണ്. അപ്പോൾ അമ്മ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഇത് വേവുന്നില്ല, പൊടി കുറവാണ് ഈ ചക്കക്കുരുവിന് എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പോൾ അങ്ങനെ അമ്മ പിന്നെ നല്ല വേവിച്ചിട്ട് പിന്നെ ഒന്ന് ഉടച്ചൊക്കെ കൊടുത്തു പറഞ്ഞു. എനിക്കിങ്ങനെ ഉടച്ചിട്ട് ഇങ്ങനെ മാങ്ങയും ചക്കക്കുരൊക്കെ ഉടച്ച് നല്ല കുറുന്നനെയുള്ള ചാറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചക്കക്കുരു മാങ്ങാക്കറിയൊക്കെ റെഡിയായി. പിന്നെ അതിലേക്ക് മുട്ട പൊരിച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ച് മുട്ട പൊരിച്ചു. അപ്പോൾ എന്തെങ്കിലും വേണ്ട, ഉപ്പേരിയൊന്നുമില്ല കേട്ടോ. പിന്നെ ഇന്നലത്തെ മുളക് പൊട്ടിച്ചതുണ്ടായിരുന്നു, അതായത് നമ്മൾ വറ്റൽ മുളക് പൊരിച്ചത് അതും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് എന്ന് പറയണത്. അപ്പോൾ ഉച്ചയൂണിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അമ്മ കഴിക്കാൻ നിന്നപ്പോഴത്തേനും ധോനി ബേബി എണീറ്റു കേട്ടോ. അപ്പോൾ അമ്മയുടെ അടുത്ത് ഇപ്പോൾ എന്ത് പറഞ്ഞാലും ആൾ അമ്മയുടെ പുറകെ ഇങ്ങനെ നടക്കും കേട്ടോ. അപ്പോൾ അമ്മേനെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മേനെ ഒരു പണിയെടുക്കാനും സമ്മതിക്കില്ല ആൾ. അപ്പോൾ അമ്മയുടെ പുറകെ നടക്കുകയാണ് ആൾ. അപ്പോൾ അമ്മ കഴിക്കാൻ ചോറൊക്കെ വിളമ്പി വെച്ചു. അപ്പോൾ മക്കളൊക്കെ ആദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൽ ചെറിയ മാത്രം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലത്തെ കുറച്ച് ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു, ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു. മക്കൾ വലിയവരത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് പകരം അവർ ഉച്ചയാകുമ്പോൾ ചപ്പാത്തിയാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ ചോറുണ്ടിട്ടില്ല. അപ്പോൾ ചെറിയോന് ചപ്പാത്തി വേണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചെറിയോൻ എന്തായാലും ചെറിയ മോൻ അനിയത്ര മോന് ചോറുണ്ണാണ് കേട്ടോ. അപ്പോൾ അനിയത്തിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂട്ടത്തിൽ ഞാനും കഴിച്ചു. അമ്മയ്ക്ക് ചോറ് വിളമ്പി വെച്ചു. അപ്പോഴത്തേന് ധോനി ബേബി എണീച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് ഇരുന്നാൽ മതി, അപ്പോൾ അവൾക്കും കുറച്ച് ചോറൊക്കെ വാരി കൊടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഒക്കത്തെടുത്ത് വെച്ച്. അപ്പോൾ അധികം എരിവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും ചോറ് കുറച്ച് കുഴച്ചിട്ട് ഇങ്ങനെ 2-3 വെറ്റൊക്കെ അങ്ങനെ നല്ല ഉടച്ച് വായിൽ വെച്ച് കൊടുത്തു കേട്ടോ. കഴിക്കുന്നേ ഇല്ല കണ്ടോ, അവൾ കൊടുക്കുമ്പോൾ അതങ്ങനെ നാവ് തൂക്കിയിട്ടിട്ട് അങ്ങനെ തുപ്പിക്കളയാണ് കേട്ടോ. അല്ലാതെ നമ്മളൊക്കത്ത് വെച്ച് അവൾക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ അവൾ വായ പൊളിക്കൂല, അതേപോലെ വാ തുറക്കൂല ആൾ. പിന്നെ വായിൽ വെച്ച് കൊടുത്തത് വാ പൊളിച്ചിട്ട് അത് അങ്ങനെ കളയും ചെയ്യും, തല തിരിച്ചുകൊണ്ടേയിരിക്കും. എങ്ങനെ നോക്കിയാലും അവൾ വായയുടെ അകത്ത് പെടാനോ അല്ലെങ്കിൽ വയറ്റിൻ്റെ അകത്ത് പെടുത്താനോ അവൾ നടക്കില്ല കേട്ടോ. അങ്ങനെ ബലം പ്രയോഗിച്ചൊക്കെ 2 വായൊക്കെ വെച്ചു കൊടുത്തു. പിന്നെ ഞാൻ വെച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ആൾ സമ്മതിക്കുന്നേ ഇല്ല കേട്ടോ. അങ്ങനെ കണ്ടോ
ആള് വഴക്കിടുക തല തിരിച്ചു പോവുകയാണ് കേട്ടോ. അങ്ങനെ ഒരുവിധമൊക്കെ ഞാൻ 2-3 വായ വെച്ചു കൊടുത്തു. അങ്ങനെയെങ്കിലും അവൾക്ക് ഭക്ഷണം കഴിക്കാനും അതിൽ ചെറിയ എരിവും പുളിയും എല്ലാം തട്ടുമ്പോൾ ഇനി അവൾക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനെ അത് വെച്ചു കൊടുക്കുന്നത്. പക്ഷെ ഭക്ഷണം കഴിക്കുന്നത് കുറവാണേ, തീരെ കുറവ്. കാരണം ഭക്ഷണം ഈ കോറ വിരകിയത് മാത്രമേ ഉള്ളൂ കഴിക്കണത്. അപ്പോൾ അത് മാത്രം കഴിച്ചിട്ട് അതുപോലെ നമുക്ക് ഉച്ചയ്ക്കും അതന്നെ കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും രുചി അറിയുമ്പോൾ അത് കഴിക്കല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ മെനക്കെട്ട് നോക്കിയിട്ടോ. അപ്പോൾ കുറച്ചൊക്കെ അങ്ങനെ 2-3 വായ കഴിച്ചു. പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞു വീഡിയോ ആണ്, പിന്നെ ഉച്ചവരെയൊക്കെയുള്ള വീഡിയോ ആണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും മക്കളുടെ ഡ്രസ്സുകളൊക്കെ അലക്കിയിടാനുണ്ട്. അപ്പോൾ ഇനി ഡ്രസ്സുകളൊക്കെ ഒന്ന് അലക്കിയിടണം. അപ്പോൾ ഇനി അവൾക്ക് വയ്യാത്തത് കൊണ്ടൊക്കെ ഇനി അമ്മ മോളെ നോക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അലക്കിയിടും. അല്ലെങ്കിൽ ഞാൻ ഇവിടെ കുട്ടീൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ അമ്മ പോയി അലക്കിയിടും കേട്ടോ. അങ്ങനെ ഇനി ചില്ലറ വർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് എന്തായാലും ചോറൂണ് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള പരിപാടിയും. അപ്പോൾ കുറേ ഡാൻസും അങ്ങനെ കുറേ പാട്ടും ഒക്കെ ആയി കുറേ അവൾക്ക് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. എന്നാലെങ്കിലും ഒന്ന് കഴിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട്, എന്നാലെങ്കിലും അവളുടെ മെയിൻ്റെ ഒന്ന് മാറുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ. പക്ഷേ ഇയാൾ അമ്പിന് വില്ലിനും എടുക്കുന്നതില്ല കേട്ടോ. കണ്ടോ, ബെല്ലം പിടിച്ചിട്ടൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത് ഓരോ വായ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് പറയുന്ന കുഞ്ഞു വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊക്കെ വിശ്വസിക്കുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഫാമിലി വ്ളോഗാണ്, എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു, അതേപോലെ തന്നെ മെസ്സേജ് ഇട്ടായിരുന്നു. ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മെസ്സേജ് ഇടണം. നിങ്ങളുടെ മെസ്സേജ് കാണുമ്പോൾ ഒന്നുകൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഇടാനൊക്കെ ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾക്കും ഉണ്ട് കേട്ടോ കല്യാണം. അനിയത്തിയുടെ കുടുംബത്തിലെ കല്യാണം ഞങ്ങൾക്കും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ആ കല്യാണം കൂടി കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് ഇപ്പോൾ ഞങ്ങളും തിരിച്ചൊക്കെ പോവുള്ളൂ കേട്ടോ. അപ്പോൾ ഇവർക്കുണ്ട്, വലിയ അനിയത്തിക്കുണ്ട്, എനിക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ട് കല്യാണം. അപ്പോൾ ഇനി ആ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പിരിയുള്ളൂ. പിന്നെ അവരുടെ കുടുംബത്തിൽ വലിയ അനിയത്തിയുടെ കുടുംബത്തിലുണ്ട് കല്യാണം. അവർക്ക് അവരുടെ റിലേഷനിലുണ്ട് ഒരു കല്യാണം. അപ്പോഴത്തേനും അവർക്കും പോകണം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ തിരക്ക്. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാനാകുമ്പോഴത്തേനും ഇനി ഓരോരോ ബുക്കിൻ്റെയും അതിലെ യൂണിഫോമിൻ്റെയും എല്ലാം തിരക്കായില്ലേ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനിയിപ്പോൾ. അപ്പം ഇനി ഇവൾക്ക് അധികം ദിവസമൊന്നും ഇവിടെ നിൽക്കാനും പറ്റില്ല, വലിയ ആൾക്ക് മക്കൾക്കൊക്കെ. അപ്പം എന്തായാലും ഇനിയിപ്പോൾ അവരെന്തായാലും ഒരു 2-3 ദിവസം കൂടി നിന്നിട്ട് അവർ പോകും കേട്ടോ. അപ്പം ഇനി അവർ പോകുന്നവരെ അല്ലെ എല്ലാവരും ഒത്തൊരുമിച്ച് ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ഇതിൽ അങ്ങനെ ഞങ്ങൾ വന്നതാണ് കേട്ടോ. അപ്പം എന്തായാലും ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, 4 ദിവസമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവരാരും വന്നിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്ന് വന്നതല്ലായിരുന്നു ഞാൻ, അമ്മ ഹോസ്പിറ്റലൊക്കെ ആയിട്ട് അങ്ങനെ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇനി ഇവരുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഇവരൊക്കെ പോയിട്ടേ ഉണ്ടാവുള്ളൂ കേട്ടോ, തിരിച്ചു പോവുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചോറൂണൊക്കെ കഴിയണു. അതാണ്ടോ ഡോനി ബേബി കൊടുത്ത് അങ്ങനെ തുപ്പി കളയാണ് കേട്ടോ. ആള് ഇപ്പോൾ കുറേ ദിവസമായി ഉണ്ടാക്കിയിട്ട് വീട്ടിൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കി. അതുപോലെ മക്കൾ എന്തായാലും കറിയൊന്നും കൂട്ടി കഴിക്കൂല കേട്ടോ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും മുട്ട അല്ലെങ്കിൽ ഉപ്പേരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞു വീഡിയോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ അടുക്കളയിൽ വെക്കണതും തിന്നണതും അങ്ങനെ പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് എന്നൊന്നും പറയാൻ നമ്മുടെ വീഡിയോസിനില്ല. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി വ്ലോഗ്, നമ്മുടെ കുടുംബത്തിൽ വെക്കണതും തിന്നണതും അലക്കണതും അതൊക്കെ തന്നെ കേട്ടോ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അറിയില്ല, എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുമെന്ന് അറിയൂല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്ത് ഓളെന്ന ഓപ്ഷൻ കൂടി അമർത്തണം കേട്ടോ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.